പിന്നെ അതുപോലെ തന്നെ ഈ ഒരു 3000-3500 ഈ ലെവലിൽ ഒരു ഡിസൈനർ ലെവൽ മേക്കിംഗ് ജ്യൂസ് നിർമ്മിക്കുക എന്നുള്ളത് അത്ര ചില്ലറ കാര്യമല്ല. അവർ സിന്തറ്റിക് ആണെന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ട് അത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ഒരു സ്വീറ്റ് സ്പോട്ടിലാണ് ഇതിന്റെ ലോഞ്ചിവിറ്റിയും പ്രൊജക്ഷനും. ഒരു സ്വീറ്റ് സ്പോട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്ട്രോങ് ആകുമ്പോൾ നമുക്ക് കുത്തലാവും, ഒരുപാട് ഡൗൺ ആകുമ്പോൾ നമുക്ക് എന്ത് പറ്റും, വರ್ತല്ല അല്ലെങ്കിൽ പെർഫോമൻസ് ഇല്ല എന്നുള്ള തോന്നുന്നത്. കറക്റ്റ് ഒരു ലെവലുണ്ട് പെർഫ്യൂമിന്. ഞാൻ എപ്പോഴും പറയുന്നത് സ്വീറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞത് 7-8 മണിക്കൂറാണ്. സോ ആ ഒരു 7-8 മണിക്കൂർ റിവ്യൂ ചെയ്യാനുള്ളത് നമ്മുടെ ഗ്രൂപ്പിലുള്ള കുറച്ച് ആൾക്കാർ പേഴ്സണലി പറഞ്ഞ ഒരു പെർഫ്യൂമാണ് അറബിയാത്ത് പ്രസ്റ്റീജ് മഹ് അൽ ദഹാം. ഈ ഒരു പെർഫ്യൂം വാങ്ങണമെന്നും അവർക്ക് ഒരുപാട് കോംപ്ലിമെന്റ് കിട്ടിയിട്ടുണ്ടെന്നും ഒക്കെ ആവശ്യപ്പെട്ട് കുറേ ആൾക്കാർ പറഞ്ഞു. 4-5 പേര് പറഞ്ഞു. അങ്ങനെയാണ് ഈ ഒരു പെർഫ്യൂം ഞാൻ വാങ്ങിയത്. പിന്നെ അതോടൊപ്പം തന്നെ കേരളി കുറേ ഹൈപ്പ് കൊടുത്തിട്ടുണ്ട്, കുറേ ആൾക്കാർ കുറേ റിവ്യൂ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല അറബിയാത്ത് മർവ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. അറബിയാത്ത് മർവ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു പെർഫ്യൂമാണ്. ഈവൻ ഒറിജിനൽ LV ഇമാജിനേഷനേക്കാൾ ബെറ്റർ ആണ് മർവ, പ്രൈസ് റേഞ്ചിലും എല്ലാം കൊണ്ടും ക്വാളിറ്റിയിലൊക്കെ. സോ അപ്പം അറബിയാത്ത് പ്രസ്റ്റീജ് മഹ് അൽ ദഹാമിൽ കുറച്ചൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ ഇതിന്റെ പ്രൊഫൈലോ നോട്ടോ ഒന്നും നോക്കാൻ പോയില്ല. എന്താണെങ്കിലും ഓർഡർ ചെയ്യാം, ഓർഡർ ചെയ്യുന്ന കൂട്ടത്തിൽ അങ്ങ് വാങ്ങാം. കുറേ പെർഫ്യൂം ബുക്ക് ചെയ്യുന്നുണ്ട്, അതിന്റെ കൂട്ടത്തിൽ ഇത് വാങ്ങാമെന്ന് പറഞ്ഞ് ഇത് ഓർഡർ കൊടുത്തു. 2 ബോട്ടിൽ ഓർഡർ കൊടുത്തു. ഇപ്പം എനിക്ക് സൈനസൈറ്റിസ് കൂടുതലായിട്ട് നിൽക്കുന്നതുകൊണ്ട് മണമൊന്നും എനിക്ക് കിട്ടുന്നില്ല. പക്ഷെ ഞാൻ ഒരാഴ്ച മുമ്പ് ട്രൈ ചെയ്ത് ഇപ്പോൾ ഒരു 1/4% മാത്രമേ ഇപ്പോൾ മൂക്ക് പ്രവർത്തിക്കുന്നുള്ളൂ. എങ്കിലും എനിക്ക് എൻ്റെ മണം നന്നായിട്ട് എനിക്കറിയാം. കുറച്ച് ദിവസം ഉപയോഗിച്ചു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം. ഈ പ്രസന്റേഷൻ നമ്മുടെ അറബിയാത്ത് മർവയുടെ അതേ പ്രസന്റേഷൻ തന്നെയാണ്. ഒരു ഗോൾഡൻ കളർ ഉണ്ടെന്നേ ഉള്ളൂ. ഇവിടെ നോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് പറയാം. നല്ല പ്രസന്റേഷനാണ്. കട്ടിയുള്ള ബോക്സ്, സെയിം തന്നെ ഒരു ചപ്പിച്ചളങ്ങിയ പോലത്തെ ഒരു ബോട്ടിൽ ഡിസൈൻ, നല്ല ഭാരമുള്ളൊരു ബോട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഐസ്ബർഗ് പോലെ മെറ്റൽ ക്യാപ്പ്, നല്ല സ്പ്രെയർ അറബിയാത്ത് പ്രസ്റ്റീജ് എന്ന് കൊടുത്തിട്ടുണ്ട്. EDP ആണ് കോൺസെൻട്രേഷൻ വരുന്നത്. പക്ഷേ ഇതിൽ കൊടുത്തിരിക്കുന്ന നോട്ട്, ഇതിൻ്റെ പ്രൊഫൈൽ ഞാൻ പറയാം. ഇതിൻ്റെ പ്രൊഫൈലും ശരിക്കും നോട്ടും തമ്മിൽ പ്രൊഫൈൽ ഉള്ളതാണ് ഇതിനകത്ത് ശരിക്കും കിട്ടുന്ന മണം എന്ന് പറയുന്നത്. പക്ഷേ ഈ നോട്ട്സ് കൊടുത്തിരിക്കുന്ന മണങ്ങളല്ല, പക്ഷെ പ്രൊഫൈൽ എന്താണ് കൊടുത്തിരിക്കുന്നത് അതാണ് എനിക്ക് കൂടുതലും കിട്ടുന്നത്. നോട്ട്സിൽ ബെർഗാമോ, ടോപ്പ് നോട്ടിൽ ഗ്രേപ്പ് ഫ്രൂട്ട്, ബെർഗാമോ, റെഡ് ഫ്രൂട്ട്സ്, ബെറി, ജുനിപ്പർ ബെറി, മിഡിൽ നോട്ടിൽ സേജ്, സൈപ്രസ്, ജിഞ്ചർ, ഡ്രൈഡോണിൽ, സാൻഡൽവുഡ്, പച്ചൂളി, വാനില, ആംബർ. എനിക്ക് കൊടുത്തിരിക്കുന്ന പ്രൊഫൈൽ പൗഡറി, വാനില, വുഡി, സിട്രസ്, വാം സ്പൈസി, ആംബർ, മസ്കി, ബാൽസമിക്, അരോമാറ്റിക്, പച്ചൂളി. ഇതാണ് എനിക്ക് കിട്ടുന്ന മണം. ട്രൈ ചെയ്യാം. ഇത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമിൻ്റെ ഇൻസ്പയർഡ് ആണ്. ഡ്രങ് ലവേഴ്സ് എന്ന് പറഞ്ഞൊരു പെർഫ്യൂം, ഒരു നീഷ് പെർഫ്യൂമിൻ്റെ ഇൻസ്പയർഡ് ആണ് ഈ പെർഫ്യൂം. സ്പ്രെയർ ഉണ്ടല്ലേ, സ്മൂത്ത് ആയിട്ട് സ്പ്രേ പോകുന്നത്, നല്ല സ്പ്രെയറാണ്. ആഞ്ഞു വലിക്കട്ടെ. സോ ഞാനിത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തപ്പോൾ എനിക്കിതൊരു ക്ലോൺ ആണെന്നുള്ള തോന്നിയില്ല. മർവ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ ആയിരുന്നു, ഒരു ക്ലോൺ പെർഫ്യൂം ആണെന്നുള്ള ചിന്തയെ വന്നില്ല. അതുപോലെ സ്മൂത്ത് ആണ്, അതുപോലെ ഒരു ഡിസൈനർ പെർഫ്യൂം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾ ഇത് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കും തോന്നും ഒരു ക്ലോൺ പെർഫ്യൂം ആണോ എന്ന് തോന്നത്തില്ല. പകരം ഒരു 4000-5000 രൂപ വില വരുന്ന ഒരു ഡിസൈനർ പെർഫ്യൂം ട്രൈ ചെയ്ത അതേ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടും. സോ ഒരു ക്ലോൺ എന്തൊക്കെയാണെങ്കിലും ക്ലോൺ എപ്പോഴും ക്ലോൺ ആയിരിക്കുമല്ലോ, ആ ഒരു മനസ്സിലുള്ള ആ ഒരു തോന്നലിനെ എടുത്തു മാറ്റുന്ന തരത്തിലുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഈ പെർഫ്യൂമിൻ്റെ. നല്ല മണം, അത്യാവശ്യം ഒരു ക്ലോണിൻ്റെതായിട്ടുള്ള ന്യൂനതകളൊന്നുമില്ല, മറിച്ച് ഒരു ഡിസൈനർ പെർഫ്യൂമിൻ്റെ പോലത്തുള്ള ഒരു മണമാണ്. ആ ഒരു നോട്ട് ചേഞ്ച് ആവുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കിട്ടുന്ന മണം ഓപ്പണിങ്ങിൽ ഒരു സിട്രസ് ഓപ്പണിംഗ് ആയിട്ട് വന്നിട്ട് കൂടുതൽ സ്വീറ്റ് സ്മെല്ലാണത്. ഇതൊരു സ്വീറ്റ് വാനില ഗുർമോൺ, സെമി ഗുർമോൺ ടൈപ്പ് പെർഫ്യൂം. ഇപ്പോൾ ഉദാഹരണത്തിന് നിഷാന ഹാസിവാറ്റ്, അതൊരു ഫ്രഷ് ആണ്, അതേസമയം വാനില ഫ്രഷ് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം. അതുപോലെയാണ് ഇതും. ആ മണമാണെന്നല്ല, അതുപോലെ ഒരു ഒരേ സമയം ഫ്രഷ്, ഒരേ സമയം സ്വീറ്റ് ആയിട്ടുള്ള 2 ഇരുമുഖങ്ങളുള്ള ഒരു പെർഫ്യൂം. സോ 2 കൂട്ടർക്കും ഇഷ്ടപ്പെടും. എനിക്ക് കിട്ടുന്ന മണം എയറിൽ നന്നായിട്ട് പൗഡറി, ആൽമണ്ട്. ഈ ആൽമണ്ടിന്റെ നോട്ട് ഇവിടെ ഒരിടത്തും കൊടുത്തിട്ടില്ല, പക്ഷെ എനിക്ക് നല്ലപോലെ ആൽമണ്ട്, പൗഡറി, സ്വീറ്റ്, ഒരു സ്ട്രോങ് വിത്ത് യു, അബ്സല്യൂട്ട്ലി ഇന്റൻസ്ലി, ആ ഒരു ലൈനപ്പിന്റെ ഏതോ ഒരു DNA അരികിലൂടെ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അർമാനി സ്ട്രോങ് വിത്ത് യു, ശരിക്കും പറഞ്ഞ 2-3 പെർഫ്യൂമിന്റെ ഒരു മിക്സറാണിത്. അർമാനി സ്ട്രോങ് വിത്ത് യു ഇന്റൻസ്ലി, അതുപോലെ തന്നെ അർമാനി കോഡ് അബ്സലു, പിന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്ത അബ്സലു അല്ലെങ്കിൽ അർമാനി കോഡ് പെർഫ്യൂമോ, ഒരു ഡ്രൈഡ് കുക്കീസിന്റെ സ്മെല്ല്, നല്ല സ്വീറ്റ് സ്മെല്ലാണ്. ഒരു സ്വീറ്റ് നോട്ട് ചേർത്തിട്ടുണ്ട്, ഒരു കാരമലൈസ്ഡ് ചെയ്തിട്ടുള്ള ഒരു ഷുഗറി സ്വീറ്റ്. ആൽമണ്ടിന്റെ നോട്ട് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരിടത്തും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം. ഒരിടത്ത് ആൽമണ്ട് പറഞ്ഞിട്ടുമില്ല, പക്ഷെ നന്നായിട്ട് ആൽമണ്ട് കിട്ടുന്നുണ്ട്. യൂണിസെക്സ് ആണ് ഈ പെർഫ്യൂം. കുറച്ച് സ്പൈസി നോട്ട് ചേർത്തിട്ടുണ്ട്. സോ ഇതൊരു കേട്ടില്ല, ഇത് കേട്ടിടത്തോളം നമുക്ക് സ്മെല്ല് ചെയ്യുമ്പോൾ ഇതൊരു ഡിസൈനർ പെർഫ്യൂം ആയിട്ടാണ് ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഡ്രങ് ലവർ ട്രൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതുമായിട്ട് കമ്പയർ ചെയ്യുന്നില്ല. പക്ഷെ എങ്കിലും നിങ്ങളൊരു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു 3000-3500 രൂപയ്ക്ക് വർത്തായിട്ടുള്ള ഒരു പെർഫ്യൂമായിട്ടാണ് തോന്നുന്നത്. മെയിനായിട്ട് ഒരു സിന്തറ്റിക് ആയിട്ടുള്ള ഒരു ചീപ്പ് ആർട്ടിഫിഷ്യൽ സ്മെല്ലൊന്നും തോന്നുന്നില്ല, മറിച്ച് നല്ലൊരു ഓപ്പണിങ്, നല്ലൊരു ഡ്രൈഡോണിൽ വരുമ്പോൾ വാനില, സാൻഡൽവുഡ് ആണ് ഡ്രൈഡോണിൽ വരുന്നത്. ഓപ്പണിങ്ങിൽ ആ ഒരു ഫ്രഷ് നോട്ട് കുറച്ച് നേരത്തേക്കുള്ള ഒരു ബെർഗാമോ, സിട്രസ് നോട്ട് എന്തായാലും ഓപ്പണിങ് കിട്ടും. അല്പം കോംപ്ലക്സ് ആയിട്ടുള്ള DNA, പക്ഷെ ഇതൊരിക്കലും കുത്തലുണ്ടാകുന്ന മണമല്ല, ഒരിക്കലും കുത്തലുള്ള മണമല്ല. അടുത്തിരിക്കുന്നവർക്ക് ഡിസ്റ്റർബൻസും ചെയ്തില്ല. നല്ലൊരു സ്വീറ്റ് സെമി ഗുർമൗണ്ട് പെർഫ്യൂം.
ഫ്രഷ് സ്മെല്ലും ഉണ്ട്, അല്പം ഗുർമോണ്ടും കൂടെയാണ്. ഇതിൻ്റെ ലോങ്ജിവിറ്റി ഒരു 7 മണിക്കൂറാണ് വസ്ത്രത്തിൻ്റെ ലോങ്ജിവിറ്റി. വസ്ത്രത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു മണം 7 മണിക്കൂർ വരെ ഉണ്ട്. ആദ്യത്തെ 2.5 മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷൻ ആണ്, എങ്കിലും മണം നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് മണം റിമെയിൻ ചെയ്യുന്നുണ്ട്. ഒരു ഡിസൈനർ പെർഫ്യൂം എങ്ങനെ പെർഫോം ചെയ്യുമോ അതാണ് ഇതിൻ്റെ മണം, ഒരു ഡിസൈനർ പെർഫ്യൂമിൻ്റെ ഒരു പെർഫോമൻസ്. ഓക്കെ, അപ്പം അടിക്കാൻ പറ്റിയ കാലാവസ്ഥ ഓഫീസിൽ AC ആണെങ്കിൽ ഉപയോഗിക്കുക. വെയിലത്തടിച്ചിട്ട് ഇറങ്ങാൻ ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല. ഓഫീസിൽ AC ആണെങ്കിൽ ഉപയോഗിക്കുക, ഓഫീസിൽ AC അല്ലെങ്കിൽ ഉപയോഗിക്കുക, കുഴപ്പമില്ല. വെയിലത്തടിച്ചിട്ട് നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങരുത്. പിന്നെ വൈകുന്നേരവും രാത്രി ഉപയോഗിക്കുക, രാവിലെ ഉപയോഗിക്കുക. സോ ഒരു വെയിലത്ത് ചൂട് തട്ടായിരുന്നാൽ മതി, ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് ഏത് കാലാവസ്ഥയിലും ഏത് ഒക്കേഷനിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത്തിരി ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻടോക്സിക്കേറ്റിംഗ് ആയിട്ടുള്ള ഒരു DNA ആണത്. ഗേൾസിനൊക്കെ ഇഷ്ടപ്പെടും. അടിച്ചിട്ടൊക്കെ അടുത്ത് വരുന്ന കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്നുള്ള റിയാക്ഷനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. എനിക്കിപ്പോൾ ഈ ഒരു മൂക്കിന് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഈ ദിവസങ്ങളൊന്നും എനിക്ക് അടിച്ചിട്ട് പുറത്തിറങ്ങാനൊന്നും പറ്റിയില്ല. പക്ഷേ എങ്കിലും ഒരുപാട് ആൾക്കാർ ഈ പെർഫ്യൂം അവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് കോംപ്ലിമെൻറ്റ് കിട്ടിയതായിട്ട് പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോംപ്ലിമെൻറ്റ് കിട്ടാൻ സാധ്യതയുള്ള DNA ആണ്. ഇത് വാങ്ങേണ്ടവർ ഒരേ സമയം ഫ്രഷ് ഇഷ്ടപ്പെടുന്നു, ഒരേ സമയം സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവരൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂം. സോ കൊടുക്കുന്ന പൈസയ്ക്ക് വർത്താണ്. സിന്തറ്റിക് ആയിട്ടുള്ള ചീപ്പ് ആർട്ടിഫിഷ്യൽ കെമിക്കൽ സ്മെല്ലൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു ഓപ്പണിംഗ് നല്ലൊരു ഓപ്പണിംഗ് ആണ്. ആൽക്കഹോളിൻ്റെ അല്ലെങ്കിൽ സ്പിരിറ്റിൻ്റെ ഒരു ബ്ലാസ്റ്റ് ഒന്നും ഇല്ല. സോ ഇത്രയാണ് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. ഈ പെർഫ്യൂം നിങ്ങൾ ഈ ഒരു റിവ്യൂ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ധാരണ പിടികിട്ടും. കുറേ ആൾക്കാർ ലിക്വിഡ് ബ്രാൻഡ് മണമെന്ന് പറയുന്നത് ഒരിക്കലുമല്ല. ആൾത്തേറിൻ്റെ സ്മെല്ലാന്ന് പറയുന്നു അതുമല്ല. കമ്പ്രാണ് മണമെന്ന് പറയുന്നതും അല്ല. അതൊന്നുമല്ല ഇതിൻ്റെ മണം. ഇതൊരു യുണീക്ക് ആയിട്ടുള്ള സ്മെല്ലാണ്. ഞാൻ ഈ പറഞ്ഞ ഈ പെർഫ്യൂമിൻ്റെ ഒക്കെ ഒരു DNA വന്നു പോകുന്ന ഒരു യുണീക്ക് സ്മെല്ല്. സോ ഇതൊരു ഒന്നിൻ്റെ ക്ലോണായിട്ട് നിങ്ങൾ കാണാതെ ഒരു പെർഫ്യൂം, ഒരു ഡിസൈനർ പെർഫ്യൂമായിട്ട് കണ്ടാൽ മാത്രം മതി. ഇതേ നേരെ മറിച്ച് ഇതൊരു വെർസാച്ചയോ അല്ലെങ്കിൽ ഡിയോറൊക്കെ ഇറക്കുവാണെങ്കിൽ മിനിമം ഒരു 12-11 രൂപ മുടക്കി വാങ്ങേണ്ടി വരും. ആ രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ വാങ്ങാൻ താല്പര്യമുള്ളവർ ഡീക്കൻറ്റ് ട്രൈ ചെയ്തിട്ട്. സോ ഇതൊരു അറബി പെർഫ്യൂം അല്ല, നിങ്ങളൊരു ഫ്രഞ്ച് പെർഫ്യൂം ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാങ്ങുക. ചിലർക്കൊക്കെ അറബി പെർഫ്യൂം എന്ന് പറയുമ്പോൾ അയ്യോ കുത്തലാണ്, തലവേദന വരുന്നത് എന്നൊക്കെ പറയുന്നവരുണ്ട്. എനിക്ക് പെർഫ്യൂം ബ്രാൻഡ് അറബിക് ആണെങ്കിലും പക്ഷേ ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് ശൈലിയിലാണ്. ഫ്രഞ്ച് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർ വാങ്ങുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു 3000-3500 ഈ ലെവലിൽ ഒരു ഡിസൈനർ ലെവൽ മേക്കിംഗ് ജ്യൂസ് നിർമ്മിക്കുക എന്നുള്ളത് അത്ര ചില്ലറ കാര്യമല്ല. അവർ സിന്തറ്റിക് ആണെന്നുള്ള കാര്യം മറച്ച് വെച്ചിട്ട് അത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. സോ ജ്യൂസിലെ കളർ കണ്ടല്ലേ, അല്പം ഒരു യെല്ലോ ടിൻ്റുള്ള കളർ, അതിനർത്ഥം അത്യാവശ്യം സ്ട്രോങ് ആണ്. സോ ഡിസൈനർ പെർഫ്യൂം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഗിഫ്റ്റ് കൊടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ക്വാളിറ്റിയുള്ള ജ്യൂസാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് വാങ്ങാം. ചിലരൊക്കെ പറയാറുണ്ട് ചേട്ടാ അത് ഭയങ്കര സിന്തറ്റിക് ആണ്, ആർട്ടിഫിഷ്യൽ സ്മെല്ലുണ്ട്. സോ അതൊന്നും ഈ പെർഫ്യൂമിൽ എനിക്ക് കാര്യമായിട്ട് എനിക്ക് ഡിറ്റക്ട് ചെയ്തില്ല. സോ ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അർമാനി സ്ട്രോങ് വിത്ത് യു ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്വീറ്റ് ആയിട്ടുള്ള സെഡക്റ്റീവ് ആയിട്ടുള്ള ഇൻടോക്സിക്കേറ്റിംഗ് ആയിട്ടുള്ള DNA ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. ഒരു ഫ്രഞ്ച് പെർഫ്യൂം ട്രൈ ചെയ്യുന്ന അതേ ഫീൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് മറക്കും. ട്രൈ ചെയ്യുമ്പോൾ ഇതൊരു അറബി ഹൗസ് ആണെന്നുള്ള കാര്യം തന്നെ വിട്ടുപോകും, അല്ലെങ്കിൽ ഒരു ക്ലോൺ ആണെന്നുള്ള കാര്യം വിട്ടുപോകും. പക്ക നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡിസൈനർ പെർഫ്യൂം പോലെ ഒരു ഫീൽ തരുന്നൊരു പെർഫ്യൂം, ക്വാളിറ്റി ജ്യൂസ്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് പലരും കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. ഇത് ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായമാണ്. ട്രൈ ചെയ്യുക, ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് വർത്താണ്. ഓവർ പവറിങ്ങും അല്ല, ഓവർ ആയിട്ടുള്ള ഇതുമല്ല. കറക്റ്റ് ഒരു സ്വീറ്റ് സ്പോട്ടിലാണ് ഇതിൻ്റെ ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനും. ഒരു സ്വീറ്റ് സ്പോട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്ട്രോങ് ആകുമ്പോൾ നമുക്ക് കുത്തലാവും, ഒരുപാട് ഡൗൺ ആകുമ്പോൾ നമുക്ക് എന്ത് പറ്റും, വರ್ತല്ല അല്ലെങ്കിൽ പെർഫോമൻസ് ഇല്ല എന്നുള്ള തോന്നുന്നത്. കറക്റ്റ് ഒരു ലെവലുണ്ട് പെർഫ്യൂമിന്. ഞാൻ എപ്പോഴും പറയുന്നത് സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് 7-8 മണിക്കൂറാണ്. സോ ആ ഒരു 7-8 മണിക്കൂർ നേരം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ക്വാളിറ്റിയുള്ള ഈ ഒരു റേഞ്ചിൽ നല്ലൊരു ക്വാളിറ്റി ജ്യൂസ്. കുറേ നാൾക്ക് ശേഷമാണ് നമുക്കൊരു ക്വാളിറ്റി ഉള്ള ഒരു പെർഫ്യൂം. അത് ഈ പറഞ്ഞ പോലെ നോട്ടിലൊക്കെ വ്യത്യാസം വരുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. സോ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. ഈ ഒരു മാസം വാങ്ങിയ നല്ലൊരു വർത്തായിട്ടുള്ള ഒരു പെർഫ്യൂമാണ് അറബിയാത്തിൻ്റെ. ഇനി മർവയ്ക്ക് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫ്യൂം എന്നാണ് ഈ അൽ ദഹാബ്.